Good afternoon, teacher. Good afternoon. Good afternoon, teacher. Yes, good afternoon, teacher. Good afternoon, all of you. Mark your attendance. Good afternoon, all of you. Mark your attendance. Mark your attendance, okay? Afternoon, teacher. Yes, good afternoon. Afternoon all. Mark your attendance, okay? മിസ്സിനെ കാണുന്നില്ലല്ലോ. ഞാൻ ഇപ്പൊ കാണും. ഒരു മിനിറ്റ്, മിസ്സിന് ഒരു എമർജൻസി കോൾ എടുത്തോട്ടെ. യെസ്. Okay. Mark your attendance. Good afternoon, teacher. Yes, good afternoon. Good afternoon, teacher. Yes. നമ്മളെ എവിടെയാ പഠിച്ചത് നിന്നത്? ഏത് ലെസൺ ആണ് കംപ്ലീറ്റ് ആയത്? ഗുഡ് നൈബർ. ഗുഡ് നെയ്ബർ കംപ്ലീറ്റ് ആയി അല്ലേ? യെസ്. പിന്നെ അതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ മിസ് തന്നിട്ടില്ല അല്ലേ? അത് മിസ് മറന്നുപോയി തരാന്. അടുത്ത ക്ലാസ്സിൽ അടുത്ത ദിവസം ഞാനത് വാട്സാപ്പിൽ ഇട്ട് തരാം കേട്ടോ. നെക്സ്റ്റ്, രാഹുൽ ദ ബ്രേവ് ബോയ്. ഓക്കെ, പേജ് നമ്പർ എത്രയാ? പേജ് നമ്പർ എത്രയാ? പേജ് നമ്പർ 20. പേജ് നമ്പർ 20. Okay, page number 20. Rahul the brave boy. Did you get this page? Good neighbor the question answer miss WhatsApp il ayichu thara ട്ടോ. Okay. രാഹുൽ the brave boy. എന്താ അങ്ങനെ പറഞ്ഞ? രാഹുൽ the brave boy എന്ന് പറഞ്ഞ എന്താ? രാഹുല് പറഞ്ഞേ, കേൾക്കുന്നില്ലേ മിസ് ചോദിക്കുന്ന ചോദ്യം? ധീരനായ ഒരു ആൺകുട്ടി. ധീരനായ ആൺകുട്ടി ആരാണ്? രാഹുൽ. രാഹുൽ the brave boy. Look at the text book. God is everywhere and he is your best friend. With God's help you can be very brave. What is the meaning that? God is everywhere. God devam elladthum undu and he is your best friend. Nammade nalla suhurthana. He is your best friend.
With God's help, you can be very brave. ഗോഡിന്റെ സഹായത്തോടെ യു ക്യാൻ ബി നിനക്ക് ആകാൻ കഴിയും നല്ല ബുദ്ധിയുള്ള ധീരനായ കുട്ടിയാവാൻ നിങ്ങൾക്ക് ദൈവത്തിന്റെ സഹായത്താൽ കഴിയും. A simple way of being brave is to always speak the truth. Underline the sentence. A simple way of being brave is to always speak the truth. Underline. Here is a picture story about a little boy, Rahul. Rahul is playing cricket with his friends. That also underline. Rahul is playing cricket with his friends. Underline. Important. This is question choikum. Rahul is playing dash with his friends. Then you should write cricket. Okay. Look at the picture. You can see Rahul is playing with his friends. Rahul cricket കളിക്കുന്നത് നിങ്ങൾക്ക് ആ പിക്ചറിൽ കാണാൻ കഴിയും. സെക്കൻഡ് പിക്ചറിൽ എന്താണ് സംഭവിക്കുന്നത്? What are the boys doing in the first picture? What are they doing? First picture, playing with his friends, playing cricket with his friends. അല്ലേ? സെക്കൻഡ് പിക്ചറിൽ എന്താ സംഭവിച്ചേക്കുന്നത്? പറഞ്ഞേ, കേൾക്കുന്നില്ലേ മിസ് ചോദിക്കുന്നത്? രാഹുൽ ബോൾ ചെയ്തപ്പോ എന്ത് സംഭവിച്ചു? ബാറ്റ് ചെയ്തപ്പോ രാഹുൽ ബാറ്റ് ചെയ്തപ്പോ ആ ബോൾ എങ്ങോട്ടാ തെറിച്ചു? സെക്കൻഡ് പിക്ചറിൽ എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്? ഒന്ന് പറഞ്ഞേ. പറഞ്ഞോ അറിയുന്ന പോലെ പറഞ്ഞോ, കുഴപ്പമില്ല. ബോള് രാഹുൽ ബാറ്റ് ചെയ്തപ്പോ ബോള് ചെന്ന് വിൻഡോയ്ക്ക് അടിച്ചു അല്ലേ? എന്നിട്ട് കുറച്ച് കുട്ടികൾ ഓടിപ്പോകുന്നത് കണ്ടോ? നെക്സ്റ്റ് പിക്ചറില് രാഹുൽ അത് നോക്കി നിന്നു അല്ലേ? കാണുന്നില്ല. ഇപ്പൊ എന്നെ കാണുന്നുണ്ടോ? കാണുന്നില്ലേ? ആ ഫസ്റ്റ് പിക്ചറിൽ എന്താണ്? രാഹുൽ പ്ലേയിങ് ക്രിക്കറ്റ് വിത്ത് ഹിസ് ഫ്രണ്ട്സ്. അവന്റെ ഫ്രണ്ട്സുമായിട്ട് രാഹുല് ക്രിക്കറ്റ് കളിക്കുന്നതാണ് ഫസ്റ്റ് പിക്ചർ. ആൻഡ് ദി സെക്കൻഡ് പിക്ചർ വാട്ട് ഹാപ്പൻ? യു ക്യാൻ സീ രാഹുൽ ബാറ്റ് ചെയ്യുമ്പോ ബോള് ചെന്ന് ആ വീടിന്റെ വിൻഡോ ജനലിന് അടിച്ചു. ജനല് പൊട്ടിയിട്ടുണ്ടല്ലേ? ബട്ട് രാഹുൽ എന്ത് ചെയ്തു? രാഹുൽ എന്താ ചെയ്തേ? ധൈര്യത്തോടെ രാഹുൽ ധൈര്യത്തോടെ അവിടെ തന്നെ. മറ്റു കൂട്ടുകാർ ഓടിപ്പോകുന്നുണ്ടോ നിങ്ങളെ പോലെ? നിങ്ങൾ ഓടും അങ്ങനെ? നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോ നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പറ്റിയ നീയല്ല ഞാനല്ലെന്നും പറഞ്ഞ് നീയാ ഞാനാന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്തായാലും ഓടും ഇല്ലേ? ഓടുവോ? ഈ 25 പേര് ഇല്ല. അപ്പോ ആരാണ് ഇപ്പൊ ജോയിൻ ചെയ്തത്? അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, 25 പേരെ അറ്റൻഡൻസ് ചെയ്തിട്ടുള്ളല്ലോ. ബാക്കി എന്താ എല്ലാരും ചെയ്യാത്തത്? ചെയ്ത എല്ലാവരും? രാഹുൽ എന്ത് ചെയ്തു? അവിടെ തന്നെ നിന്നു. പക്ഷേ മറ്റു കൂട്ടുകാര് ഫ്രണ്ട്സ് നിങ്ങളെ പോലെ ഓടിപ്പോയി പേടിച്ചിട്ട്. സ്പീക്കിംഗ് ദ ട്രൂത്ത്. അപ്പൊ എന്താ? വീടിന്റെ ഉടമ തേർഡ് പിക്ചറിൽ എന്താണ് നോക്കിയേ? തേർഡ് പിക്ചർ എന്താണ്? തേർഡ് പിക്ചറിൽ എന്താ പറഞ്ഞേ? വന്നിട്ട് ചോദിക്കും.
എന്റെ ഉടമസ്ഥൻ വന്ന് ചോദിക്കും രാഹുൽ വീടിന്റെ ജനലിന്റെ വിൻഡോ പൊട്ടിയപ്പോഴത്തേനും വീടിന്റെ ഉടമസ്ഥൻ വന്നപ്പോഴത്തേനും രാഹുൽ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ കൂട്ടുകാരും പോയില്ലേ? നിങ്ങളെ പോലെ നിങ്ങളും അങ്ങനെയല്ലേ? ആണോ? അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മുടെ ഭാഗത്ത് നിന്ന് എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? അവിടെ തന്നെ നിന്ന് നമ്മൾ സത്യം പറഞ്ഞാൽ പ്രശ്നമില്ല. നമ്മൾ കള്ളത്തരം പറയാൻ പോയാല് കുഴപ്പമാണ് അല്ലേ? Speaking the truth will make you feel good. Speaking the truth will make you feel good. സത്യം മാത്രം സംസാരിക്കുക. അപ്പൊ നമുക്ക് നല്ല സന്തോഷം ഉണ്ടാവും. സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് സന്തോഷം ഉണ്ടാവും. സത്യം പറയാണ്ട് കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലും ഒരു ടെൻഷനാണ്. കള്ളം പറഞ്ഞല്ലോ, എപ്പോഴെങ്കിലും പിടിക്കപ്പെടും. അതുകൊണ്ട് ഒരിക്കലും ഒരാളും കള്ളം പറയരുത്. Speaking the truth will make you feel good. Being brave does not mean that you have to be tall and strong. Okay. എന്താണ് ആ വീടിന്റെ ഉടമസ്ഥൻ വന്ന് പുറത്തേക്ക് വന്ന് നോക്കിയില്ലേ? നോക്കിയോ? എന്താ മിണ്ടാതിരിക്കുന്നേ മക്കളെ? എന്നെ കാണുന്നില്ലെങ്കിൽ നിങ്ങൾ മിണ്ടാത്തേന്ന? നിങ്ങൾ മിണ്ടാത്തത് എന്താ? നിങ്ങൾക്ക് മിണ്ടിക്കൂടെ? മിസ് ചോദിക്കുമ്പോ മിസ്സിന്റെ വീഡിയോ ഓഫാ. മിസ്സിന്റെ വീഡിയോ ഓഫാണ്. എന്താണ്? Okay. Speaking the truth will make you feel good. നിങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മേക്കിംഗ് ഫീൽ നമ്മളുടെ നമുക്ക് നമ്മുടെ വികാരം നല്ലതായിരിക്കും. നമുക്ക് സത്യം പറഞ്ഞാൽ ബീയിങ് ബ്രേവ് ധൈര്യമായിരിക്കുക എന്നതിനർത്ഥം നിങ്ങൾ ഭയങ്കര ഉയരവും ടോൾ ആൻഡ് സ്ട്രോങ്, ഉയരവും ശക്തിയുമുള്ള ആളെന്നല്ല അർത്ഥം. ഓക്കെ, നിങ്ങൾ ഭയങ്കര being brave does not mean that you have to be tall and strong. എന്താണ് അങ്ങനെ പറഞ്ഞാല്? ധൈര്യമായിരിക്കുക, being brave, ധൈര്യമായിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്നതിനർത്ഥം നിങ്ങൾക്ക് ഉയരവും ശക്തിയും ഉണ്ടെന്നുള്ളതല്ല അല്ലേ? നിങ്ങൾക്ക് ഉയരവും ശക്തിയും ഒക്കെ ഉണ്ടെന്നുള്ളതല്ല അർത്ഥം. ധൈര്യമായിരിക്കും. നമ്മൾ എന്ത് സത്യം പറഞ്ഞ എപ്പോഴും ഓൾവേസ് സ്പീക്കിംഗ് ട്രൂത്ത്. അപ്പൊ സത്യമേ വിജയിക്കുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും സത്യം മാത്രം പറയണം. കൂട്ടുകാരൊക്കെ അവനെ ഇട്ടേച്ച് ഓടിപ്പോയി. അതില് വീടിന്റെ ഉടമസ്ഥൻ വന്നപ്പോ ആ കുട്ടി രാഹുൽ അവിടെ ധൈര്യമായിട്ട് അവിടെ നിന്ന് സത്യസന്ധമായി സംഭവിച്ച കാര്യങ്ങള് പറഞ്ഞു. ഇനി നീലാഞ്ജന ലെസൺ ഒന്ന് വായിച്ചേ. ഞാൻ ഒന്നുകൂടെ വായിക്കാം, ശ്രദ്ധിച്ചോളൂ എല്ലാവരും. എന്നിട്ട് നീലാഞ്ജന വായിച്ചാൽ മതി. രാഹുൽ ദ ബ്രേവ് ബോയ്. രാഹുൽ ധീരനായ ഒരു ആൺകുട്ടിയാണ്. ഗോഡ് ഈസ് എവരിവെയർ ആൻഡ് ഹി ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്. With God's help, you can be very brave. A simple way of being brave is to always speak the truth. ആരാ പേജ് നമ്പർ ചോദിക്കുന്നത്? ഇപ്പോ ഞാൻ തുടക്കത്തിലേ പറഞ്ഞതല്ലേ, ടെസ്റ്റ് പേജ് നമ്പർ 20. ആരൊക്കെ ജോയിൻ ചെയ്ത് അവരൊക്കെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ മറക്കരുതേ. With God's help, you can be very brave. A simple way of being brave is to always speak the truth. Here is a picture story about a little boy. Rahul is playing cricket with his friends.
Look at the first picture. What is Rahul doing? Rahul was playing cricket with his friend. Second picture, what happened? Rahul bat ചെയ്തു, ball ചെന്ന് വിൻഡോയിൽ അടിച്ചു, വിൻഡോ പൊട്ടി. തേർഡ് കൂട്ടുകാരൊക്കെ ഇട്ടേച്ചൂടി ധൈര്യമായി തന്നെ ബ്രേവ് അവിടെ നിന്നു. എന്താ ധൈര്യമായിട്ട് നിന്നേ? കള്ളം പറയണ്ട, വീടിന്റെ മുതലാളി, വീടിന്റെ ഉടമയോട് നമുക്ക് സത്യം പറയാം എന്നുള്ള രീതിയിൽ അവിടെ തന്നെ നിന്നു. ആൻഡ് തേർഡ് പിക്ചർ, സൗണ്ട് കേട്ടപ്പോഴാവാം മുതലാളി പുറത്തേക്ക്, വീടിന്റെ ഉടമ പുറത്തേക്ക് ഇറങ്ങി വന്നു. അവിടെ നിന്നുകൊണ്ട് രാഹുല് സത്യം പറഞ്ഞു. സ്പീക്കിംഗ് ദ ട്രൂത്ത് വിൽ മേക്ക് യു ഫീൽ ഗുഡ്. ബീയിങ് ബ്രേവ് ഡസ് നോട്ട് മീൻ കേൾക്കുന്നില്ലേ മിസ് പറയുന്നേ? Speaking the truth will make you feel good. Being brave does not mean that you have to be tall and strong. Write the answers. What are the boys doing in the first picture? What are they doing? Playing cricket with his friends. ഇനി സെക്കൻഡും തേർഡും ഫോർത്തും ക്വസ്റ്റ്യൻ ആൻസർ മിസ് ക്ലാസ് കഴിയുമ്പോ ആബേൽ മാത്യു, ജിതേഷ് എന്താ കളിക്കുവാണോ? ഗുഡ് നെയ്ബറിന്റേതും ഈ ബ്രേവ് ബോയുടെയും ക്വസ്റ്റ്യൻ ആൻസർ മിസ് അയച്ചു തരാം കേട്ടോ ക്ലാസ് കഴിയുമ്പോ. ഇനി ആരാ ഒന്ന് വായിക്കുന്നത്? God is fire by heat. ഞാൻ ആരോടായിരുന്നു വായിക്കാൻ പറഞ്ഞേ? And he is your best friend. Rahul, the brave boy. God is everywhere, and he is your best friend. With God's help, you can be very brave. A simple way of being brave is to always speak the truth. Okay, enough. Okay, Shahbara, read. Shahbara. A simple way of being brave is to always speak the truth. There is a place there. Here is a picture story about a little boy. There is a picture story about a little boy. Rahul is playing. Rahul is playing cricket with his
cricket With his Devang വായിച്ചേ. Devang. With his friends. Okay, enough Shahbara. Devang. God അവൻ വായിച്ചതിന്റെ ബാക്കി വായിക്കണം Devang. എവിടെയാ വായിച്ചുകൊണ്ടിരുന്നപ്പോ ശ്രദ്ധിച്ചത്? Speaking the truth. രണ്ടാമത്തെ പാഠം. Speaking the truth. Not speak മോനെ, speaking. Speaking the Truth. Truth will be good. You very good. Being Brave. Not me. That you have to be tall and strong. strong. എന്താ വലിയ ബുദ്ധി ധീരനായ കുട്ടി എന്ന് പറയുന്നതിന്റെ അർത്ഥം ഭയങ്കര ഹൈറ്റും തടിയും ഒക്കെ ഉള്ള ആളെയല്ല ധീരനായ എന്ന് പറയുന്നത് അല്ലെ. ധീരനായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സത്യസന്ധമായി പെരുമാറുന്ന നല്ല ധൈര്യമുള്ള ആളെയാണ് ധീരനായ കുട്ടി എന്ന് പറയുന്നത്. അല്ലാതെ ചുമ്മാ ഭയങ്കര വണ്ണവും ഹൈറ്റും വെയിറ്റും ഒക്കെ ഉണ്ടായിട്ട് കാര്യമില്ല അല്ലെ. ഇനി ആരാണ് വായിക്കുന്നത്? നെയ്ല ഷക്കീർ. God is everywhere, and He is the best friend. With God help you can be very brave. Simple way of way a simple way of praying is to always speak the truth. നിയ ദാസ് വായിച്ചോളൂ നിയ. Here is a picture story about a little boy. Rahul is playing cricket with his friends. Okay, good. Amrita വായിച്ചേ. അമൃത. രാഹുൽ അല്ലല്ല അവിടെയല്ല നിയാദാസ് വായിച്ചതിന്റെ ബാക്കി. Speaking the truth will make you feel good. Brave. Being does not
not mean that you will to be tall and strong. You have to be tall and strong. പിന്നെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ ഒരാളോട് ഞാൻ ആൻസർ കംപ്ലീറ്റ് പഠിച്ചിട്ട് കയറി വരണമെന്ന് പറഞ്ഞായിരുന്നു. ആരായിരുന്നത്? ആൻസർ, പരീക്ഷയുടെ ആൻസർ കംപ്ലീറ്റ് പഠിച്ചിട്ട് വരാൻ പറഞ്ഞിരുന്നു. ആരോടാ പറഞ്ഞെന്നറിയാലോ? ഇഷിക വായിച്ചേ. ഇഷിക വായിച്ചോ? God is ഇഷിക ഇപ്പൊ വായിച്ചായിരുന്നോ? no. God is everywhere and He is your best friend. Okay. Best friend. With God. Help. With God. Help. You can be very happy. very Happy. brave. Oh, sorry. Very brave. Okay, sorry. Okay. Symbol. Rasin Yusuf, turn on your video. A simple way of being brave is to always speak the truth. Speak the truth. Abel Matthew Jidesh Vaiche. Next. Mic on, turn on your mic. Here is a picture story about a little bird. Little boy. Rahul is playing cricket with his Ayush friend. Okay, Ayush, next Ayush. Speaking the truth will make you feel good. Not make me that have to be tall and strong. Tall and strong. Okay. Next, Ayan Vijesh. Ayan. ജോവിൻ ജോമോനും ജോയൽ ജോമോനും ഉണ്ട്. ഞാൻ വായിപ്പിക്കാം കേട്ടോ. നോട്ട് കുറെ പേരുണ്ടല്ലേ വായിക്കാത്തെ. അയാൻ വിജേഷ് എവിടെ പോയി? വേറെ അറിയോ? സാവിയോ വായിച്ചേ. സാവിയോ
പറ്റിയത്? വായിക്കാൻ അറിഞ്ഞൂടെ? എന്താ അയാനെ പറ്റിയേ? God is everyone. Our best friend. അയാനെ കാണുന്നില്ലല്ലോ. With God happy, you can be brave. A symbol was Way of. Okay. Daniel George വായിച്ചേ. Daniel George. Enough Savio. Daniel. Okay. Rahul the brave boy. God is everyone, everywhere, and He is your best friend. With God's help, you can be very brave. A simple way of being brave is to always pick the truth. Here is Jovin a Jomon pretty വായിച്ചേ. story Enough. Jovin Jomon. about Jovin Jomon. മതി മോനെ. Jovin Jomon വായിച്ചേ. Jovin Jomon. Here is a picture story about Joel വായിച്ചേ. ജോവിൻ നോക്കിയിരിക്കും. ജോയൽ വായിച്ചേ. ജോയൽ അറിയോ നോക്കട്ടെ. Rahul is playing cricket with Hisha. Speaking the truth truth will make you feel feel good. being brave. Brave does not mean that you can have be tall and strong. stronger. Okay, very good. Next, Fiona. Hadia, you can read now. Hadia. You can start. God is everywhere and He is best friend. With help brave. Okay, Biona kenda battiye Biona. Okay, enough Hadia. Good. Biona kenda battiye. എന്നിട്ട് എന്താ വായിക്കാത്തെ?
a simple way of വായിക്കാൻ അറിഞ്ഞൂടാ? ഓക്കെ, ശ്രദ്ധിക്കണം കേട്ടോ മറ്റുള്ളവർ വായിക്കുമ്പോഴ്. അനുഗ്രഹ ബ്രിജിത്ത് വായിച്ചേ. അനുഗ്രഹ ബ്രിജിത്ത്. സമയം ടൈം വൈൻഡപ്പ് ചെയ്യാനായി. ഇറ്റ്സ് ഓക്കെ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നെക്സ്റ്റ് ലെസൺ വായിക്കാവേ. ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ്. ഓക്കെ, ബൈ ബൈ, സീ യു. Bye, miss. ഓക്കെ, Bye, ബൈ. teacher. Thank you, teacher. Bye, teacher. എന്താ മുത്തശ്ശിമേ, എന്ത് പറ്റി? താങ്ക് യു ടീച്ചർ. ബൈ ബൈ ടീച്ചർ. ഓക്കെ, ബൈ, സീ യു. Bye, bye. Bye, bye. ബൈ ബൈ.